ഫോണറ്റിക്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഗ്ലോട്ടസ്. ഗ്ലോട്ടസ് എന്ന് പറയുന്നത് നമ്മുടെ വോക്കൽ കോഡ്സ് ഉണ്ടല്ലോ, ലാരിങ്സിലുള്ള വോക്കൽ കോഡ്സിൻ്റെ ഇടയിലുള്ള സ്പേസിനെയാണ് ഗ്ലോട്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോട്ടസിൻ്റെ ഒരു ക്രൂഷ്യൽ റോൾ എന്താണെന്ന് വെച്ചാൽ സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു റോള് തന്നെ ഗ്ലോട്ടസിനുണ്ട്. സോ സ്പേസ് ബിറ്റ്വീൻ ദി വോക്കൽ കോഡ്സ് ആൻഡ് ലാരിങ്സ് ഇസ് നോൺ ആസ് ഗ്ലോട്ടസ്. ആൻഡ് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the six parts of the tongue എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം 6 parts of the tongue എന്ന് പറയുന്നത് ടിപ്പ് വരുന്നുണ്ട്. ആ ടിപ്പിനെ നമ്മൾ എപ്പെക്സ് പാർട്ട് എന്നാണ് പറയുന്നത്. അതായത് ടങ്ങിൻ്റെ ഏറ്റവും ഫ്രണ്ട് മോസ്റ്റ് പാർട്ട്. അടുത്തത് ബ്ലേഡ്. ബ്ലേഡ് എന്ന് വെച്ചാൽ ടിപ്പിന് തൊട്ട് പുറകിലുള്ളതാണ് ബ്ലേഡ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ട് പാർട്ട് ഓഫ് ദി ടങ്. ഫ്രണ്ട് പാർട്ട് ഓഫ് ദി അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണ്, ടങ്ങിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ടങ്ങിൻ്റെ ഏറ്റവും റെയർ പാർട്ടിൽ വരുന്നതാണ് ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇത്രയാണ് നമ്മുടെ ടിപ്പ്, ബ്ലേഡ്, ഫ്രണ്ട്, ബാക്ക് എന്നുള്ളതാണ് നമ്മുടെ പാർട്സ് ഓഫ് ദി ടങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ അല്ലാതുള്ള രണ്ടെണ്ണം എന്ന് പറയുന്നത് റൂട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ടങ്ങിൻ്റെ ബേസ് പാർട്ട്, അതായത് ത്രോട്ടുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. പിന്നെ ഡോർസം എന്ന് പറഞ്ഞൊരു പാർട്ടും കൂടിയുണ്ട്, അതായത് നമ്മുടെ അപ്പർ സർഫസ് ഓഫ് ദ ടങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് എൻ അലോഫോൺ. അലോഫോൺ എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നല്ലപോലെ നോക്കിക്കൊള്ളണം. അലോഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണീമിൽ ഉണ്ടാകുന്ന വേരിയേഷനെയാണ് അലോഫോൺ എന്ന് പറയുന്നത്. അതായത് മീനിങ് ഓഫ് ദ വേർഡിന് ചേഞ്ച് കാണത്തില്ല. ഫോണീമിന് അല്ലെങ്കിൽ ആ ഫോണീമിക് സൗണ്ടിനായിരിക്കും വേരിയേഷൻ ഉള്ളത്. ഓക്കെ, ദെൻ 2 എക്സാമ്പിൾസ് ഓഫ് രജിസ്റ്റർ. രജിസ്റ്ററിനുള്ള 2 എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രജിസ്റ്ററിനുള്ള എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അക്കാഡമിക് റൈറ്റിങ്ങും വരുന്നുണ്ട്, ഇൻഫോർമൽ കോൺവെർസേഷൻസും വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇഡിയോലെക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്പീച്ച് പാറ്റേണെയാണ് നമ്മൾ ഇഡിയോലെക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ സംസാരിക്കുന്ന രീതി. ഓക്കെ, അതാണ് ഇഡിയോലെക്റ്റ് എന്ന് പറയുന്നത്. അത് പേഴ്സണൽ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സൊക്കെ അതിന് ഇൻഫ്ലുവൻസ്ഡ് ആകാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 kinds ഓഫ് എയർ സ്ട്രീംസ് ഏതൊക്കെയാണ്? അപ്പം നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? പൾമോണിക് ഉണ്ട്, ഗ്ലോട്ടാലിക് ഉണ്ട്, വേലാരിക് എയർ സ്ട്രീം ഉണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ഫോണറ്റിക്സ്. ഫോണറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഫോണറ്റിക്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ സ്പീച്ചിൻ്റെ ഫിസിക്കൽ സൗണ്ടിനെ പഠിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഫിസിക്കൽ സൗണ്ട്സ് ഓഫ് ഹ്യൂമൻ സ്പീച്ചിനെയാണ് നമ്മൾ ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സിലബൽ? സിലബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് എ സൗണ്ട് എന്നാണ്, അല്ലെങ്കിൽ ഒരു സൗണ്ട് യൂണിറ്റിനെയാണ് നമ്മൾ സിലബൽ എന്ന് പറയുന്നത്. അതിനകത്ത് വവൽസ് കാണും അല്ലെങ്കിൽ കോൺസണൻസ് കാണും. ഓക്കെ, ദെൻ ആരാണ് IC അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലെനേർഡ് ബ്ലൂംഫീൽഡ് ആണ് IC അനാലിസിസ്, അതായത് ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എന്താണ് ബൗണ്ട് മോർഫീം? ബൗണ്ട് മോർഫീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡായിട്ട് സ്റ്റാൻഡ് അലോൺ ചെയ്യാൻ പറ്റാത്ത മോർഫീമിനെയാണ് ബൗണ്ട് മോർഫീം എന്ന് പറയുന്നത്. ആൻഡ് ഓൾവേസ് ഈ ബൗണ്ട് മോർഫീം എന്ന് പറയുന്നത് ഈസ് അറ്റാച്ച്ഡ് ടു എ റൂട്ട്. ഫോർ എക്സാമ്പിൾ പ്ലേഡ് എന്നുള്ള വാക്ക്, പ്ലേ എന്നുള്ളതാണ് അതിനകത്ത് റൂട്ട് വേർഡ്, ED എന്നുള്ളതാണ് അവിടുത്തെ ബൗണ്ട് മോർഫീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 types ഓഫ് ഫോണറ്റിക്സ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ 3 types ഓഫ് ഫോണറ്റിക്സ്? അപ്പം അതിനകത്ത് വരുന്നത് ആർട്ടിക്കുലേറ്ററി ഫോണറ്റിക്സ് ഉണ്ട്, അതെന്ന് വെച്ചാൽ സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ആകുന്നത്. അക്കൗസ്റ്റിക് ഫോണറ്റിക്സ് ഉണ്ട്, സൗണ്ട് വേവിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് ഓഡിറ്ററി ഫോണറ്റിക്സ്, അതായത് ഇയറും ബ്രെയിനും എങ്ങനെയാണ് സൗണ്ടിനെ പെർസീവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്റ്റീവ് ആൻഡ് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ ടങ്ങും ലിപ്സും, അതായത് നമ്മളൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ ഏതാണ്, സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതാണ്, അതാണ് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ്. പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ ടീത്ത് അല്ലെങ്കിൽ ആൽവിയോളാർ റിഡ്ജിനെയാണ് എന്തെന്ന് പറയുന്നത് പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ സ്റ്റേഷനറി ആയിട്ടായിരിക്കും റിമെയിൻ ചെയ്യുന്നത്, അതായത് അവർ അനങ്ങത്തില്ല. ദെൻ റെസ്പിറേറ്ററി സിസ്റ്റം ഇൻ സ്പീച്ച് പ്രൊഡക്ഷൻ. റെസ്പിറേറ്ററി സിസ്റ്റമാണ് എയർ ഫ്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്, ലങ്സിൻ്റെ എയർ പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അത് നമ്മുടെ ട്രക്കി അല്ലെങ്കിൽ വിൻപൈപ്പ് വഴി എക്സ്പെൽ ചെയ്യുന്നതും ഒക്കെ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വോക്കൽ കോഡ്സിനെ കുറിച്ചൊക്കെ പറയണം. ദെൻ വാട്ട് ഈസ് എലീഷൻ? എലീഷൻ എന്ന് വെച്ചാൽ ഒരു സൗണ്ട് അല്ലെങ്കിൽ ഒരു സ്പീച്ചിലുള്ള സിലബലിനെ നമ്മൾ ഒമിറ്റ് ചെയ്യുന്നതിനെയാണ് എലീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രൊനൗൺസിയേഷൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചിലപ്പം എന്ത് ചെയ്യും, ആ സൗണ്ട് അല്ലെങ്കിൽ സിലബലിനെ, പ്രത്യേക തരത്തിലുള്ളൊരു സൗണ്ട് അല്ലെങ്കിൽ സിലബലിനെ നമ്മളങ്ങ് ഒമിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഫിഷ് ആൻഡ് ചിപ്സ്, ആ എൻ എന്ന് പറഞ്ഞാൽ മതി, ആൻഡ് എന്ന് സ്ട്രെസ് ചെയ്ത് പറയണ്ട, നമ്മളവിടെ ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ,
അപ്പോൾ എൻ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആൻഡ് എന്നാണ്. അപ്പോൾ ആൻഡ് എന്ന് പറയുന്നതിന് വരെ നമ്മൾ ജസ്റ്റ് എൻ എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്, ഇന്ന് എന്നുള്ള സൗണ്ട് വെച്ച് പോവുകയാണ്. ഇനി ഹൗ ആർ വവൽസ് ആർട്ടിക്കുലേറ്റഡ്, അതായത് വവൽസ് എന്താണെന്ന് എഴുതിയാൽ മതി ആ ക്വസ്റ്റിന്. വവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓപ്പൺ ആയിട്ടുള്ള ഹെയർ ഫ്ലോ, അതായത് വോക്കൽ ട്രാക്ട് വഴി ഫ്രീ എയർ ഫ്ലോ പോകും. ആൻഡ് ടങ് പൊസിഷൻ അല്ലെങ്കിൽ ലിപ് പൊസിഷൻ എന്താണ്, എങ്ങനെയായിരിക്കും എന്നും പറയണം. വവൽസ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള എയർ ഫ്ലോ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ, ഓപ്പൺ വോക്കൽ ട്രാക്ട് വഴി. ദെൻ വാട്ട് ഇസ് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ? റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആക്സെന്റിനെയാണ് നമ്മൾ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ അഥവാ RP എന്ന് പറയുന്നത്. RP എന്ന് എഴുതിയിട്ട് എക്സ്പാൻഡ് ചെയ്യാനും ചോദിക്കും. അത് നമ്മൾ പ്രസ്റ്റീജിയസ് ആയിട്ട് അല്ലെങ്കിൽ ഫോർമൽ സെറ്റിംഗ്സിലായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ഇനി 2 kinds ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രോഡ് ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്രോഡ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീച്ച് സൗണ്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ജനറൽ വേ, അത് ഫോണീംസിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നാരോ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിമ്പിൾസ് വെച്ചിട്ട് ആർട്ടിക്കുലേറ്ററി ഫീച്ചേഴ്സിനെ കാണിക്കുന്നു. ഓക്കെ, ഇനി സിങ്ക്രോണിക്കും ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാങ്, പരോള്, സിങ്ക്രോണിക്, ഡയക്രോണിക്, സിൻറ്റാഗ്മാറ്റിക്, പാരഡിഗ്മാറ്റിക്, പിന്നെ അതുപോലെ തന്നെ സിഗ്നിഫയർ, സിഗ്നിഫൈഡ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സിങ്ക്രോണിക്, ഡയക്രോണിക് എന്ന് വെച്ചാൽ ലാംഗ്വേജിനെ നമ്മൾ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ പഠിക്കുന്നു. ഫോർ എക്സാമ്പിൾ 2010 ലാംഗ്വേജ് എങ്ങനെയായിരുന്നു, അതിൻ്റെ എവല്യൂഷൻ എന്തായിരുന്നു, എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നു. ഇനി നമ്മൾ ഹിസ്റ്റോറിക്കലി പഠിക്കുന്നതിനെയാണ് ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ലാംഗ്വേജിനെ ഹിസ്റ്റോറിക്കലി നമ്മൾ പഠിച്ചു വരുവാണ്, അതിൻ്റെ ചേഞ്ചസും എവല്യൂഷനും എല്ലാം നമ്മൾ ഓവർ ടൈം പഠിച്ചു വരുന്നു. ഇനി എന്താണ് ഫ്രീ വേരിയേഷൻ? ഫ്രീ വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ 2 sounds ക്യാൻ റീപ്ലേസ് ഈച്ച് അതർ ഇൻ എ വേർഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. അതായത് ഫോർ എക്സാമ്പിൾ എന്താ പറയുക, 2 സൗണ്ട്, ഒരു വേർഡിൽ 2 സൗണ്ടിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്യുക, പക്ഷേ അതിൻ്റെ മീനിങ്ങിനൊരു വ്യത്യാസവും ഇല്ല. അങ്ങനത്തുള്ളതിനെയാണ് ഫ്രീ വേരിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത എന്താണ്, സ്റ്റെമ്മും മോർഫീമും എന്താണ്? സ്റ്റെമ്മും മോർഫീം എന്ന് പറയുന്നത്, സ്റ്റെം എന്ന് വെച്ചാൽ ഒരു വേർഡിൻ്റെ ബേസ് ഫോമിനെയാണ്. മോർഫീം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്, അതായത് റൂട്ട് ആവാം, അഫിക്സ് ആവാം, അതിനെയാണ് നമ്മൾ മോർഫീം എന്ന് പറയുന്നത്. ഇനി എന്താണ് കാർഡിനൽ വവൽസ്? കാർഡിനൽ വവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് വവൽസ് ആണ് കാർഡിനൽ വവൽസ് എന്ന് പറയുന്നത്. അത് ഫോണറ്റീഷ്യൻസ് യൂസ് ചെയ്യുന്നതാണ്. അത് വവൽ സൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും ഒക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കാർഡിനൽ വവൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോർഫോളജിക്കൽ കണ്ടീഷനിങ് എന്ന് വെച്ചാൽ എന്താണ്? മോർഫീംസിനെ നമ്മൾ സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുകയോ, അതായത് ഗ്രാമറിൻ്റെ അടിസ്ഥാനത്തിലോ ലെക്സിക്കൽ റൂൾസിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ നമ്മൾ മോർഫീംസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനെയാണ് മോർഫോളജിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടുള്ള പ്ലൂറൽ ഫോംസ്. ഫോർ എക്സാമ്പിൾ ചിൽഡ്രൻ, ചിൽഡ്രൻ്റെ പ്ലൂറൽ ചിൽഡ്രൻ തന്നെ, ചൈൽഡിൻ്റെ പ്ലൂറലാണ് ചിൽഡ്രൻ. ചിൽഡ്രൻ്റെ പിന്നെ പ്ലൂറൽ ഉണ്ടോ? ഇല്ല. ഇനി മൗസിൻ്റെ പ്ലൂറൽ എന്താണ്? മൈസ് എന്നേ നമ്മൾ പറയും, മൗസസ് എന്ന് പറയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇറഗുലർ പ്ലൂറൽ ഫോമാണ് മോർഫോളജിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ഫോണേറ്ററി സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അപ്പോൾ ഫോണേറ്ററി സിസ്റ്റം പറയുമ്പോൾ ആദ്യമേ ലാരിങ്സ് എന്താണെന്ന് പറയുക, വോക്കൽ കോഡ്സിൻ്റെ കാര്യം പറയുക, പിന്നെ എന്താണ് വോക്കൽ കോഡ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം, ഗ്ലോട്ടിസിൻ്റെ കാര്യം പറയുക. ഓക്കെ, ദെൻ ഫോളിംഗ് ടോണും അതിൻ്റെ ഫംഗ്ഷനും എന്താണ്? ഫോളിംഗ് ടോൺ എന്ന് വെച്ചാൽ എന്താ? ഹൈ ടു ലോ നമ്മുടെ സൗണ്ട് വരുന്നതാണ് ഫോളിംഗ് ടോൺ. നമ്മളത് സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ കമാൻഡിങ് സെൻറ്റൻസുകളിൽ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു സർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്തിയെന്ന് നമ്മൾ പറയാൻ വേണ്ടിയാണ് ഫോളിംഗ് ടോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാങ്ങും പരോളും. ലാങ്ങും പരോളും എന്ന് പറഞ്ഞാൽ, ലാങ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലാംഗ്വേജ് സിസ്റ്റത്തിൻ്റെ റൂൾസിനെയാണ് നമ്മൾ ലാങ് എന്ന് പറയുന്നത്. പരോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്പീച്ച് ആക്ടിനെയാണ് നമ്മൾ പരോൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും പ്രപ്പോസ് ചെയ്തത് സെഷൂർ ആണ്, ഫെർഡിനൻഡ് ഡി സെഷൂർ. ഇനി അമേരിക്കൻ ഇംഗ്ലീഷിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? അമേരിക്കൻ ഇംഗ്ലീഷിന് റോട്ടിക് പ്രൊനൗൺസിയേഷൻ ആണ്, അതുപോലെ തന്നെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സ്പെല്ലിങ്സ് ആണ്. അപ്പം നമ്മൾ COLOUR എന്ന് പറയുന്നതിന് വരെ അമേരിക്കൻ ഇംഗ്ലീഷിൽ COLOR എന്നേ പറയൂ. സോ അവർക്കൊരു യുണീക്ക് വൊക്കാബുലറിയാണ് ഉള്ളത്. ദെൻ നമ്മൾ ബിസ്ക്കറ്റ്സ് എന്ന് പറയുന്നതിന് പകരം അവരെന്താ പറയുന്നത്? കുക്കീസ് എന്നായിരിക്കും പറയുന്നത്. സോ അതാണ് അവരുടെ യൂണീക്ക് വൊക്കാബുലറി. ഇനി ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഫോണോളജി എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോണോളജി എന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കോൺട്രാസ്റ്റീവ് ഉണ്ട്, ഫ്രീ വേരിയേഷൻ ഉണ്ട്. കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ സൗണ്ട് സെയിം കോണ്ടെക്സ്റ്റിൽ നെവർ ഒക്കെ. കോൺട്രാസ്റ്റീവ് എന്ന് വെച്ചാൽ സൗണ്ട് വേർഡ്സിനെ തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നു. ഫ്രീ വേരിയേഷൻ എന്ന് വെച്ചാൽ എന്താ? സൗണ്ട്സ് ഓൾട്ടർനേറ്റ് ചെയ്യുന്നു, പക്ഷേ മീനിങ് ചേഞ്ച് ആവത്തില്ല. ഇനി ഡയലക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? റീജിയണൽ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ലാംഗ്വേജ് വെറൈറ്റീസിനെയാണ് ഡയലക്റ്റുകൾ എന്ന് പറയുന്നത്. ഗ്രാമറിലും വൊക്കാബുലറിയിലും ജോഗ്രഫിയെ ബേസ് ചെയ്തിട്ടോ ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇനി അതർ സോഷ്യൽ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടോ മാറുന്നതിനെയാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. ഇനി സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ
സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ലാംഗ്വേജിനെ ഒരു സിസ്റ്റമായിട്ടായിരിക്കും ഇവർ കൺസിഡർ ചെയ്യുന്നത്, സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റുകൾ. അതായത് ലാംഗ്വേജ് ഒരു സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിനകത്ത് ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉണ്ട്, സ്ട്രക്ചറിനെയും പാറ്റേണിനെയും ബാക്കിയുള്ള എലിമെൻറ്റ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ ഇത് ഫോക്കസ് ചെയ്ത് ഇരിക്കും. ഇനി ഫോം ആൻഡ് ഫംഗ്ഷൻ ക്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? ഫോം ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് വേർഡ്സ്, അതായത് നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്. ഫംഗ്ഷൻ ക്ലാസ് എന്ന് വെച്ചാൽ ഗ്രാമർ വേർഡ്സ്, അതായത് പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഈസ്, വാസ്, ഹാസ്, ഹാവ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊന്നും മീനിങ് ഇല്ല. അപ്പോൾ അതൊക്കെ എന്താണ്? ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സുപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് ആണ്. സുപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് എസ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. എസ് ആയിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതേണ്ടത്? സ്ട്രെസ് എന്താണെന്ന് എഴുതുക, ഇൻഡോനേഷ്യൻ റിഥം, അങ്ങനത്തുള്ള കാര്യങ്ങൾ, ഫുൾ സിലബിൾസ് എഴുതുക, റിതമിക് സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊക്കെ എഴുതി പോവുക. ഇനി വൗവൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ ടങ്ങിൻ്റെ ഹൈറ്റ്, ടങ്ങിൻ്റെ പൊസിഷൻ, ലിപ്പിൻ്റെ കാര്യം, അതെല്ലാം എഴുതിക്കോണം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺസണൻസ് എന്ന് പറയുമ്പോൾ വോയിസ്ഡ് കോൺസണൻസ്, വോയിസ്ലെസ്, പിന്നെ മറ്റേ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ വെച്ചിട്ട് മറ്റേ ബൈലേബിയൽ, ആൽവിയോളർ, അതിൻ്റെ കാര്യങ്ങൾ, മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ, ഇത്രയും കാര്യങ്ങൾ വരെ എഴുതിക്കോണം. ഫെർഡിനൻഡ് ഡി സെഷൂറിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? സ്ട്രക്ചറലിസത്തിനെ കുറിച്ച് പറയുക, ലാംഗും പരോളും, ഞാൻ നേരത്തെ പറഞ്ഞ സിൻഡാഗ്മാറ്റിക്, പാരഡിഗ്മാറ്റിക്, സിൻക്രോണിക്, ഡയക്രോണിക്, സൈന്, സിഗ്നിഫയർ, സിഗ്നിഫൈഡ്, സ്ട്രക്ചറലിസത്തിനെ കുറിച്ചും കുറച്ചൊന്ന് പറയുക. ഓക്കെ.